നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹസൻ. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതിയിൽ അമ്മ അച്ചടക്ക സമിതി അന്വേഷണം നടത്തുകയാണെന്നും നടന് പറയാനുള്ളതും കൂടി കേട്ടതിനു ശേഷം മാത്രമേ പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ എന്നും അൻസിബ പറഞ്ഞു. താരം അറസ്റ്റിലായ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ മാനസികാരോഗ്യം പരിഗണിച്ച് അവർക്ക് പുനരധിവാസം നൽകുകയാണ് വേണ്ടതെന്നും അൻസിബ പറഞ്ഞു. മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കി നമ്മുടെ യുവാക്കളെ രക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇത് പറയുമ്പോൾ താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പിന്തുണ നൽകുകയാണെന്ന് വ്യാഖ്യാനിക്കരുതെന്നും ഈ മഹാവിപത്തിന് അടിമപ്പെട്ടവരെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ അവസരം നൽകുന്നത് വഴി യുവാക്കൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകാൻ കഴിയുക എന്നും അൻസിബ ഹസൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്. അത് കാരണം വാർത്തകളൊന്നും വിശദമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതി അമ്മ അച്ചടക്ക സമിതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഷൈനിനോട് സമിതിക്ക് മുന്നിൽ ഹാജരാകാനും പറയാനുള്ളത് പറയാനും അറിയിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് മാത്രമേ ആ പരാതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ. ഷൈൻ അറസ്റ്റിലായെങ്കിൽ ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകും എന്നറിയില്ല. എല്ലാവരും കൂടി കൂട്ടായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ ഒരു തീരുമാനം അറിയിക്കാൻ കഴിയൂ, അൻസിബ പറയുന്നു. മയക്കുമരുന്നിന് അടിമയായ ഒരാൾ മാനസികമായി നല്ല ഒരു അവസ്ഥയിലായിരിക്കില്ല. അയാളെ ഇതുപോലെ സമൂഹ വിചാരണ നടത്താതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രാവശ്യമെങ്കിലും അബദ്ധത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ പിന്നെ ലഹരിയുടെ പിടിയിലാവുകയാണ്. ഇത് സിനിമയിൽ മാത്രമല്ല, സമൂഹത്തിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ലഹരിക്ക് അടിമയാകുന്നവരെ നാശത്തിലേക്ക് പോകാതെ ഒരു മനുഷ്യനായി മാറാൻ അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ക്രൂശിക്കുകയാണോ അതോ പുനരധിവാസത്തിന് സഹായിക്കുകയാണോ വേണ്ടത് എന്ന് ആലോചിക്കുക. നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട വലിയൊരു മെസ്സേജാണത്, അൻസിബ പറയുന്നു.